രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നമ്മൾ ഇന്ന് പറയണത് 11-ലെ 8-ാമത്തെ അധ്യായമാണ്. അതിൽ 24 ഗുരുക്കന്മാരെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഭഗവാൻ ഉദ്ധവരോട്. അതിൽ കുറച്ച് ഗുരുക്കന്മാരെ കുറിച്ചിട്ട് 7-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു. ഈ അധ്യായത്തിൽ പറയണ ഗുരുക്കന്മാര് പെരുമ്പാമ്പ്, സമുദ്രം, പാറ്റ, വണ്ട്, ആന, തേൻ എടുക്കണവൻ, തേൻ എടുത്തുകൊണ്ട് പോണ ആള്, പിന്നെ മാൻ, മത്സ്യം, പിങ്കള എന്നിങ്ങനെ കുറച്ച് ഗുരുക്കന്മാരെ കുറിച്ചിട്ടാണ് ഈ അധ്യായത്തിൽ പറയുന്നത്. അതിൽ ആദ്യത്തെ ആളാരാ? പെരുമ്പാമ്പ്. പെരുമ്പാമ്പ് എന്താ ചെയ്യണേ? ഗുരുനാഥനാണ് പെരുമ്പാമ്പ്. പെരുമ്പാമ്പ് ഒന്നും ചെയ്യില്ല, വെറുതെ കിടക്കുള്ളൂ. തൻ്റെ മുമ്പിൽ വരുന്ന ആഹാരം എന്താണോ അത് ഭക്ഷിക്കും. വായ മറന്ന് അവിടെ കിടക്കും. വല്ലും വായയിൽ വന്ന് വീണോ വായ കൂട്ടും. അല്ല കുറേ ദിവസം കിടക്കണോ അവിടെ വായും മറന്ന് കിടന്നോളും. എന്താണോ കിട്ടിയത് അത് കഴിച്ച് മിണ്ടാണ്ട് സംതൃപ്തിയോട് കൂടിയിട്ട് ആരിയ്ക്കണു? പെരുമ്പാമ്പ് ഇരിക്കണു. മനുഷ്യന്മാരങ്ങനെയല്ല. ഭക്ഷണം കിട്ടാനും ഓരോന്നൊക്കെ ഉണ്ടാക്കാനും വേണ്ടി സുഖം കിട്ടിച്ചിട്ടാണ് ഈ ഓടി നടന്ന് പണിയെടുക്കണതേ. എവിടെ ചെന്നാലോ സുഖം കിട്ടാന്ന് അറിയില്ല. ഓടി നടന്ന് പണിയെടുത്ത് കിട്ടുന്നത് അവർക്ക് ദുഃഖമാണ്. അങ്ങനെ ഉദരപൂരണത്തിന് വേണ്ടിയിട്ട് ഇത്ര അധികം ഒന്നും പണിയെടുക്കണ്ട. കുറച്ച് പണിയെടുത്തിട്ട് കിട്ടിയത് കൊണ്ട് സന്തോഷമായിട്ട് ജീവിക്കണമെന്ന് ആരിൽ നിന്ന് പഠിച്ചു? പെരുമ്പാമ്പിൽ നിന്ന് പഠിച്ചു. പിന്നെ അടുത്ത ആളാരാ? സമുദ്രാണ്. സമുദ്രം എന്താ പറയണേ? സമുദ്രത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാ നോക്കണ്ടേ? നമുക്ക് കുറേ എന്തുണ്ടായിട്ടുണ്ട്? കുറേ സമ്പത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായി എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അഹങ്കരിക്കും വേണ്ട. ഒന്നുമില്ലാതെയായി എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ദുഃഖിക്കുകയും വേണ്ട എന്നാണ് ആരിൽ നിന്ന് പഠിക്കണേ? സമുദ്രത്തിൽ നിന്ന് പഠിക്കണേ. സമുദ്രം ഏത് സമയത്തും ഒരേമാതിരിയാ. മഴ പെയ്ത് വെള്ളം ഇങ്ങനെ എല്ലാ പുഴകളും നിറഞ്ഞ് ഒഴുകി വന്ന് സമുദ്രത്തിൽ വീണാലും സമുദ്രത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടാവില്ല. അതേമാതിരി നല്ല വേനൽക്കാലം പുഴയൊക്കെ വറ്റി, അപ്പോഴും സമുദ്രം വറ്റാറുമില്ല. അതാണ് സമുദ്രത്തിൽ നിന്നും പഠിക്കേണ്ടത്. എന്തൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാലും നമ്മൾ വലുതാവും വേണ്ട ചെറുതാവും വേണ്ട, ഒരേമാതിരി നിന്നാ മതി എന്ത് പഠിച്ചു? സമുദ്രത്തിൽ നിന്ന് പഠിച്ചു. അടുത്ത ആളാണ് ആരെ? ഈയാമ്പാറ്റ. ഈയാമ്പാറ്റ എന്താ ഉണ്ടാവുക? തീ കണ്ടിട്ട്, വെളിച്ചം നല്ല ഭംഗിയാ, തീ കാണാൻ എന്തൊരു സൗന്ദര്യ. അത് കണ്ട് ആ സൗന്ദര്യം കണ്ട് ഭ്രമിച്ച് കണ്ണ് എന്ന് പറഞ്ഞ ഇന്ദ്രിയം അങ്ങോട്ട് കൊണ്ടുപോവും. ആ ഇന്ദ്രിയത്തിന് ഭ്രമിച്ച് അതിൽ ചെന്നിട്ട് അങ്ങോട്ട് മരിക്കും. അപ്പം അങ്ങനെ ഈയാമ്പാറ്റയാവരുത്, കണ്ണിൻ്റെ പിന്നാലെ പോവരുത് എന്ന് പഠിച്ചു. പിന്നെ ആരാ? വണ്ട്. വണ്ട് എന്താ ചെയ്യുക? വണ്ട് എല്ലാ പൂക്കളിലും പോയിട്ട് തേൻ മാത്രം നുകരും അല്ലേ? ആ തേനെടുത്ത് ഇങ്ങനെ കുട്ടിച്ച് മതോന്മത്തനായിട്ട് വണ്ട് നടക്കും. അതിലങ്ങോട്ട് ഭ്രമിച്ചു പോവും വണ്ട്. അപ്പം അങ്ങനെ എന്തുണ്ടായി? ഒരു ദിവസം ഒരു താമരപ്പൂവിലിരുന്ന് വണ്ട് തേൻ കുടിച്ച് മതോന്മത്തനായി. വണ്ട് എന്ത് ചെയ്തു? അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയപ്പോൾ എന്തുണ്ടായി? ഈ താമര കൂമ്പി. ആ വണ്ട് വിചാരിച്ചു നല്ല രസമായിട്ട് തേൻ കുടിച്ചിരിക്കല്ലേ, ഇനിയിപ്പോൾ എന്തിനപ്പം ഇത്ര കഷ്ടപ്പെട്ടിട്ട്? വണ്ടിന് വേണമായിരുന്നു എങ്കിൽ തുറന്ന് പുറത്തേക്ക് കിടക്കാമായിരുന്നു. പക്ഷെ വണ്ട രീതിയിൽ സുഖമായിട്ട് അവിടെ ഇരുന്നു. വണ്ട് അപ്പം എന്തുണ്ടായി? വണ്ട് വിചാരിച്ചു വെളിച്ചായ സൂര്യനൊരിക്കും, സൂര്യനൊളിച്ചായി താമര വിടർന്നാൽ തനിക്ക് പറന്നു പോകാം എന്ന് വിചാരിച്ച് വണ്ട് ഈ തേനും കുടിച്ച് അതിനെ രസിച്ച് അവിടെ ഇരുന്നു. അപ്പം എന്തുണ്ടായി? അന്ന് രാത്രി ഒരാന വന്നിട്ട് ആ താമരപ്പൂവ് ഇങ്ങോട്ട് പൊട്ടിച്ച് വണ്ടിനോടുകൂടി, അതെ, കുംഭീന്ദ്രന പൽമിനി, അതങ്ങോട്ട് പൊട്ടിച്ച് തിന്നു. തന്നെ വണ്ടിപ്പം എന്തുണ്ട്?
കഴിഞ്ഞില്ലേ വണ്ടിൻ്റെ കഥ? ആ തേനിൽ ഭ്രമിച്ചിട്ടാണേ. അപ്പോൾ അങ്ങനെ ആവരുത്. പക്ഷെ വണ്ടിയിൽ നിന്ന് വേറൊരു കാര്യം പഠിക്കണം. എന്തൊക്കെ നമ്മൾ എന്തൊക്കെ പഠിച്ചാലും നല്ലത് മാത്രം സ്വീകരിക്കാൻ പഠിക്കണം. എത്രയോ ആൾക്കാർ നമ്മുടെ ചുറ്റോറുണ്ട്. നമുക്ക് ഈ സമൂഹത്തിൽ നിന്ന് മാറി നിൽക്കാനൊന്നും പറ്റില്ല. പലരും പലതും പറയും, പറഞ്ഞോട്ടെ. അതിൽ നിന്ന് നല്ലത് മാത്രം നമ്മൾ സ്വീകരിക്കാൻ പഠിക്കണം. പക്ഷേ അതിൽ മുഴുകി അതിൻ്റെ ഉള്ളിലേക്ക് വീഴരുത്. ആ വാസന, ഗന്ധം, ആ സുഗന്ധമൊക്കെ അനുഭവിച്ചിട്ടാണ് വണ്ട് അവിടെ പോയിരിക്കുന്നത്. അങ്ങനെ അരുത്. രണ്ട് കാര്യം പഠിപ്പിച്ചു തരുന്ന വണ്ട്. അങ്ങനെ വണ്ട് അത് പഠിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നത്തെ ആളാരാ? ഇന്നത്തെ ആളാണ് ആന. ആന സ്പർശന സുഖം. അതിന് വേണ്ടിയിട്ട് ആന എന്ത് ചെയ്യും? ആനയെ പിടിക്കാൻ അങ്ങനെ തന്നെയാണ്. പിടിയാനെ മുമ്പിൽ കെട്ടിയിട്ടുണ്ടാവും. ഈ പിടിയാൻ്റെ അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ട് കൊമ്പനാന കാട്ടിൽ നിന്ന് ഓടി വരും. നടുക്ക് വാരിക്കുഴി ഉണ്ടാവും. അത് കാണില്ല, അതിൻ്റെ ഉള്ളിലേക്ക് വീഴും. അത് തന്നെ. ഈ പിടിയാനയുടെ അടുത്തേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ആന വാരിക്കുഴിയിൽ വീഴുന്നതേ. അപ്പം എന്താ വേണ്ടേ? ആ പിടിയാനെ കണ്ട ആ വഴിക്ക് പോകണ്ട, വേറെ വല്ല വഴിയും പോയാൽ മതിയെന്ന്. അപ്പോൾ അപകടം പറ്റില്ല. കാഞ്ചനവും കാമിനിയും സ്വർണത്തിൻ്റെ പിന്നാലെയും പോയാൽ കുഴിയിൽ വീഴും. പെണ്ണിൻ്റെ പിന്നാലെ പോയാലും കുഴിയിൽ പോയാൽ തിരിച്ചും വിചാരിച്ചോളോട്ടോ. സ്ത്രീകളാണെന്ന് വെച്ചാൽ പുരുഷൻ്റെ പിന്നാലെ പോയാലും കുഴിയിൽ വീഴുമെന്ന് വിചാരിക്കണേ. അതൊക്കെ സ്വന്തമായിട്ട് ആലോചിക്കേണ്ട കാര്യങ്ങളാണ്. അങ്ങനെ അതുകൊണ്ട് അതിൻ്റെ ഒന്നും പിന്നാലെ ഭ്രമിച്ചു പോവരുത് എന്നാര് പഠിപ്പിച്ചിരുന്നു? ആന പഠിപ്പിച്ചിരുന്നു. സ്പർശന സുഖത്തിന് വേണ്ടിയിട്ടാണ് ആന ഓടിപ്പോണതേ. അതുകൊണ്ട് അതരുത് എന്ന് പഠിപ്പിച്ചു. പിന്നെ ആന കഴിഞ്ഞാൽ പിന്നെ തേനെടുക്കണ ആള്. ഈ തേനീച്ച എന്താ ചെയ്യുക? എല്ലാ പൂക്കളിൽ നിന്നും തേനിങ്ങനെ എടുത്തിട്ട് അറകളുണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കൊണ്ടുവന്ന് സൂക്ഷിച്ച് വെക്കും. അപ്പോൾ ഒരു ദിവസം ദത്താത്രേയ എന്തിങ്ങനെ കാണുന്നുണ്ട് ഈ തേനൊക്കെ എടുക്കാൻ പോണതേ. അപ്പോൾ ഒരു ദിവസം മഹർഷിയോട് ഈ തേനീച്ച പറഞ്ഞു അത്രേ, മഹർഷേ 2 ദിവസം കഴിഞ്ഞാൽ ഞങ്ങളുടെ അവിടെ ഗംഭീരമായിട്ടൊരു ഉത്സവമുണ്ട്. എന്തുത്സവം? തേനുത്സവം. ഞങ്ങൾ ഈ തേനൊക്കെ കുടിക്കാൻ വേണ്ടി പുറപ്പെടുക. ഒരു തുള്ളി തേൻ കുടിക്കാണ്ടാണ് ഈ സൂക്ഷിച്ചു വെക്കണ കേട്ടോ തേനീച്ച. തേനീച്ചോട് ഈ തേനിൻ്റെ സ്വാദം എന്താന്ന് വെച്ചാൽ പറയാൻ അറിയില്ല. കാരണം തേനീച്ച കുടിച്ചിട്ടില്ല. അങ്ങനെ തേനീച്ച ഈ തേനൊക്കെ കൊണ്ടുവന്ന് സൂക്ഷിച്ചു വെക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, നാളെ വൈകുന്നേരം 4 മണിക്ക് ഗംഭീര പാർട്ടിയാണ്, തേനൊക്കെ ഉണ്ട്, വന്നോളൂ ഞങ്ങളുടെ അവിടെ ഈ തേനൊക്കെ എടുത്തിട്ട്. അപ്പോൾ മഹർഷി വിചാരിച്ചു, എന്നാൽ ശരി പോവാം എന്നൊക്കെ വിചാരിച്ചു. മഹർഷി വളരെ കാര്യമായിട്ട് ഈ തേനീച്ച ക്ഷണിച്ചതല്ലേ, തേനീച്ചയുടെ ഉത്സവമൊക്കെ കാണാമല്ലോ എന്ന് വിചാരിച്ച് മഹർഷി ചെന്ന് നോക്കുമ്പോൾ എന്താ ഉണ്ടായേ? അന്ന് കാലത്ത് ഈ തേനെടുക്കണ ആള് വന്ന് ഈ കൂടും അവരേനെയും ഒക്കെ കൊന്ന് നോക്കുമ്പോണ്ട് ഈ തേനീച്ചയുടെ രാജാവ് മഹർഷി വിളിച്ച ആളുണ്ട്, കായും കാലൊക്കെ ഒടിഞ്ഞ് അവിടെ കിടക്കണു. എന്തേ ചോദിച്ചു. അല്ല എങ്ങനെയൊക്കെ ഉണ്ടായി? ഈ തേനെടുക്കുന്ന ആള് വന്ന് കൂടടക്കം നശിപ്പിച്ച തേൻ മുഴുവൻ പിഴിഞ്ഞെടുത്ത് അതാ മുഴുവൻ എടുത്ത് അങ്ങോട്ട് കൊണ്ടുപോയി ഇയാളേനെ കാലും ഒടിച്ചിട്ട് അവിടെ ഇട്ടിട്ട് പോയി. അപ്പൊ അതിന് മഹർഷി എന്ത് പഠിച്ചു? ഈ തേനീച്ച പോലെ ആവരുത്. ധനം ധാരാളം സമ്പാദിച്ചു വെച്ചാൽ അന്യന്മാരെടുത്തു കൊണ്ടുപോകും, കള്ളന്മാർ ചിലപ്പോൾ ഉപദ്രവിച്ചു എന്ന് വരും. അതുകൊണ്ട് ധാരാളം ധനം സമ്പാദിച്ചു വെക്കരുത്. ആവശ്യത്തിന് മാത്രമേ സമ്പാദിക്കാവൂ എന്നെന്ത് പഠിച്ചു? തേനീച്ചയിൽ നിന്നും പഠിച്ചു. ജീവിക്കാൻ ധനം വേണം, പക്ഷേ അത് അധികമാവരുത്. ആവശ്യത്തിനുള്ളതേ സമ്പാദിക്കാവൂ എന്നെന്ത് പഠിച്ചു? ഈ തേനീച്ചയിൽ നിന്നും പഠിച്ചു. പിന്നെ അടുത്ത ആളാണ് മാൻ. മാൻ എങ്ങനെയാ? ഗ്രാമ്യഗീതം കേൾക്കുക, പാട്ട് വലിയ ഇഷ്ടം മാനിന്. ഈ മാനിനെ പിടിക്കുന്ന വേടന്മാരെന്ത് ചെയ്യും? നല്ല ഭംഗിയായിട്ട് പാട്ട് പാടും. അതിങ്ങനെ മിണ്ടാണ്ട് നിന്ന് അത് കേൾക്കും. അത് കേൾക്കണ സമയത്താണ് എന്ത് ചെയ്യുക? മാനിനെ അമ്പെയ്ത് മാനിനെ പിടിക്കുക. അപ്പം ഈ ചെവിയുടെ പിന്നാലെ പോവരുത്, ഗ്രാമ്യഗീതങ്ങൾ കേട്ട് പോവരുത്. നല്ല കാര്യങ്ങൾ മാത്രമേ ചെവി കൊണ്ട് കേൾക്കാവൂന്ന് പഠിച്ചു. അങ്ങനെ പോയാലും ജീവിതം നശിച്ചു പോവും. അപ്പം അതരുത് എന്ന് പഠിച്ചു. പിന്നെ ഒരാളാണ് ആര്? മത്സ്യം. മത്സ്യത്തിൻ്റെ പ്രത്യേകത എന്താ? മത്സ്യത്തിന് വെള്ളത്തിൻ്റെ ഉള്ളിൽ ഇഷ്ടം പോലെ ഭക്ഷണം കഴിക്കാനില്ലായല്ല. പക്ഷെ നമ്മൾ ചൂണ്ടയിട്ട് കഴിഞ്ഞാൽ
അതിൻ്റെ തലപ്പത്ത് വെച്ചിരിക്കുന്ന ആ മാംസകഷ്ണം എന്താ വെച്ചാൽ അത് കൊത്തി തിന്നാനുള്ള ആഗ്രഹം, ആ ആഗ്രഹം സഹിക്കുക വയ്യാണ്ടാണ് എന്ത് ചെയ്യുക, ഇതിൻ്റെ മുകളിൽ ചെന്നിട്ട് കുത്തുക, അതിൻ്റെ ഉള്ളിൽ കുടുങ്ങി. അങ്ങനെ മത്സ്യം മരിച്ചു പോവും അല്ലേ? അങ്ങനെയല്ലേ ചൂണ്ടയിട്ടിട്ട് പിടിക്കുക. അങ്ങനെ മത്സ്യം ആ സാധനത്തിനോടുള്ള ആഗ്രഹം കൊണ്ടാണ് ഈ വരണത് കേട്ടോ. അതുകൊണ്ടാണ് അത് ചൂണ്ടയിൽ കുടുങ്ങണത്. ഇപ്പം നാവിനെ നമ്മൾ കണ്ടമാനം വാരി വലിച്ച് തിന്നാതെ വേണ്ടത് മാത്രം കഴിച്ച്, നാവ് പറയും കൊണ്ടുപോവാ കൊണ്ടുപോവാ, നല്ല രുചിയുണ്ട് ഇങ്ങോട്ട് കൊണ്ടുപോവാന്ന്. അരുത്, ഒരിക്കലും നാവ് പറയണോടത്തേക്ക് പോകരുത്. അങ്ങനെ പോയാൽ നമുക്ക് സൂക്കേട് പിടിച്ച് നമുക്ക് വയ്യാണ്ടാവും. അതുകൊണ്ട് നാവ് പറയണത് കേൾക്കരുത് എന്ന് ആര് പഠിപ്പിച്ചു? മത്സ്യം പഠിപ്പിച്ചു. പിന്നെയാണ് പിങ്കള എന്ന് പറഞ്ഞൊരു വേശ്യാസ്ത്രീ, വിദേഹരാജ്യത്തിലുള്ള വേശ്യാസ്ത്രീയാണ് പിങ്കള. ഒരു ദിവസം ദത്താത്രേയ ഇങ്ങനെ പോകുമ്പോൾ ഈ അമ്മ അവിടെ ഒക്കെ ഉണ്ട്. അപ്പോൾ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാനൊന്നും ഇവിടെ കിടക്കട്ടെ കുറച്ച് നേരം എന്ന് ചോദിച്ചു. ഇത്രയാ തിണ്ണയമ്മ പറഞ്ഞില്ലേ? അപ്പം ഈ സ്ത്രീ പറഞ്ഞു, ആ ആയിക്കോട്ടെ, വിരോധമില്ല എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, ഈ ഇവിടെ നടക്കുന്ന കാര്യത്തിനൊന്നും ഇടപെടരുത് കേട്ടോ. ഞാനൊന്നും ഇടപെടില്ലേ. എന്താണെന്ന് വെച്ചാൽ ഈ റോട്ടിൽ കടന്നു വെച്ചിട്ട് എനിക്ക് ഉറക്കം വരാല്ല. അത്രയും പറയാണ്, റോട്ടിൽ കടന്നു വെച്ചിട്ട് എനിക്ക് ഉറക്കം വരാ. വല്ല വണ്ടി മേലിൽ കൂടെ കയറിയ ഈ ശരീരം വേണമല്ലോ ഈശ്വരനിലേക്ക് എത്താൻ. അതുകൊണ്ടാണ് അമ്മേ ഞാനൊന്നും ഇവിടെ കിടക്കട്ടെ. ആ അമ്മയെന്നുള്ള വിളിയിൽ തന്നെ പിങ്കള വീണ് പോയിട്ടുണ്ടെന്നാണ് വാഴങ്കുന്നം ബാക്കിയുള്ള ആചാര്യന്മാർ പറയുന്നത്. ദത്താത്രേയന്റെ സഹവാസം കൊണ്ടാണ് പിങ്കളയ്ക്ക് വൈരാഗ്യം ഉണ്ടായത് എന്ന് പറയുന്നുണ്ട്. വാഴങ്കുന്നം ആൾക്കാരും വലിയ വലിയ മഹാകന്മാരൊക്കെ അങ്ങനെയാണ് പറയുന്നത്. വാഴങ്കുന്നം പ്രത്യേകിച്ച് എടുത്ത് പറയുന്നുണ്ട് എന്ന് ശിഷ്യന്മാർ പറയാനായിട്ടുണ്ട്. അപ്പോൾ ഈ അവിടെ കടന്നു. അന്ന് അവൾ ഓരോരുത്തർ വരുമ്പോഴും കാശ് പോരാ എന്ന് പറഞ്ഞയച്ചു. രാത്രി കുറേ നേരം വൈകി. ഈ ദത്താത്രേയൻ പറയും ചെയ്തു, പ്രകാശമായ ഞാൻ പൊക്കോളട്ടോ, ഞാൻ ഇവിടെ ഇരിക്കില്ല എന്ന് ദത്താത്രേയൻ പറയും ചെയ്തു. അങ്ങനെ എന്ത് പ്രകാശം ഉണ്ടായി? പിങ്കളയുടെ മനസ്സിൻ്റെ ഉള്ളിൽ പ്രകാശം ഉണ്ടായി. പിങ്കള കുറച്ചു നേരം ആലോചിച്ചു, താനിപ്പോൾ എന്തൊക്കെയാ, തന്നെ അത്ര പോലും കാശില്ലാത്ത ആൾക്കാർ, ധനമില്ലാത്ത ആൾക്കാർ, ദരിദ്രര് ഈ പാതിരാത്രി സുഖമായി കിടന്നുറങ്ങണു, താൻ മാത്രം ഇങ്ങനെ ഉറക്കമൊഴിച്ചിരിക്കുക. നാണല്ലേ തനിക്ക് ഇങ്ങനെ ആലോചിച്ചു. ഇത് ഏത് രാജ്യത്താ? സീതയുടെ രാജ്യമായ വിദേഹ രാജ്യത്താ ഞാനിരിക്കണത്. എന്നിട്ടാണ് താൻ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യണേന്ന് ഇങ്ങോട്ട് ചിന്തിച്ചു. പിങ്കള രാത്രി ഇങ്ങോട്ട് ചിന്തിച്ചു. അപ്പോഴേക്കും ദത്താത്രേയന് മനസ്സിലായി എൻ്റെ പ്രകാശം ഇനി എനിക്ക് പോവാന്ന്. അത്ര തന്നെ ഉള്ളൂ. അപ്പൊ പിങ്കള ചിന്തിച്ചു, എന്താ ഈ ശരീരം അതെന്താ ഒക്കെ മാംസം, പിന്നെ അങ്ങോട്ട് പറയാതിരിക്കാൻ ഭേദം. അങ്ങനെയുള്ള ഈ ശരീരത്തിന് എന്ത് സുഖം തരാൻ പറ്റുന്ന വിചാരിച്ച് അതൊക്കെ നൈമിഷികം, കുറച്ച് നേരത്തേക്ക് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ അത് വലിയൊരു ദുഃഖത്തിന് കാരണമാകും എന്നുള്ളത് പിങ്കള കണ്ടുപിടിച്ചു. പിന്നെന്താ, തനിക്ക് കാശ് കിട്ടണം എന്ന് വിചാരിച്ചിട്ടല്ലേ താനീ ചെയ്യണേ. എന്നാ നീ തൻ്റെ അടുത്തേക്ക് വരുന്നവർക്ക് വല്ലവർക്കും തന്നോട് സ്നേഹമുണ്ടോ? തന്നോട് സ്നേഹമൊന്നുമില്ല, തൻ്റെ ശരീരത്തിനോട് മാത്രമേ അവർക്ക് സ്നേഹമുള്ളൂ. അത് കാശ് നിന്ന് അവർ പോവുകയും ചെയ്തു. പിന്നെ എന്നെ വരെ ഒരാൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല, രണ്ടാമതൊരാൾ. അതുകൊണ്ട് തന്നെയല്ല, തൻ്റെ ശരീരത്തിനെയാണ് അവർക്ക് സ്നേഹം. അതോ ഒട്ടയായ ഒരു ശരീരം, ദുർഗന്ധാണ് മുഴുവൻ. അങ്ങനെയുള്ള ഒരു ശരീരത്തിനെ ആരെങ്കിലും സ്നേഹിക്കുമോ എന്നങ്ങോട്ട് പിങ്കളയ്ക്ക് അങ്ങോട്ട് തോന്നി. പിങ്കള ഇരുന്ന് ആലോചിച്ചു. പിങ്കളയ്ക്ക് തോന്നിയപ്പോൾ പിങ്കള പറഞ്ഞു, ഈ കാശ് കിട്ടണമെന്ന് വിചാരിച്ചുള്ള മോഹം കൊണ്ടല്ലേ താനിതൊക്കെ ചെയ്തേ. അതുകൊണ്ടാണ് ഇപ്പോൾ പിങ്കള എന്ത് പറഞ്ഞേ, ആശാഹി പരമം ദുഃഖം നൈരാശ്യം പരമം സുഖം. അങ്ങോട്ട് പിങ്കളയ്ക്ക് മനസ്സിലായി. ദത്താത്രേയൻ മനസ്സിലായി പ്രകാശമായി ഇനി പോവാന്ന്. ദത്താത്രേയൻ അവിടുന്ന് പോവുകയും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നത്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.